ഹലോ, വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. അപ്പോൾ അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ചേന, ഏകദേശം ഒരു 70-80 ഗ്രാമോളം വരും, നീളത്തിലരിഞ്ഞത്. അതുപോലെ ഒരു പൊട്ടറ്റോ, പിന്നെ ഒരു ഡ്രം സ്റ്റിക്ക്, പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ പപ്പായ നീളത്തിലരിഞ്ഞത് ഏകദേശം ഒരു 60-70 ഗ്രാമോളം വരും, പിന്നെ ഒരു കായ, പിന്നെ ഒരു വഴുതിനി എന്നിവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മുറിച്ചു വെച്ച കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ടിട്ട് 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, അതുപോലെ ചില്ലി പൗഡർ 1 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ സാൾട്ട് ചേർത്ത് നന്നായി ഇളക്കാം. വെള്ളം അധികം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തൈര് ഒഴിച്ചാണ് ഞാൻ വേവിക്കുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്താം. ഇനി അവിയലിന് വേണ്ടിയിട്ടുള്ള അരവാണ്. ഞാൻ ഏകദേശം ഒരു 3/4 കട്ടോരി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ജീരകവും 2 പച്ചമുളകും. ഇനി നമുക്ക് ഇവ ചതച്ചെടുക്കാം. ഇവയെല്ലാം മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച കഷ്ണങ്ങൾ ഇടാം. കഷ്ണത്തിൽ തൈര് എക്സ്ട്രാ വന്നിട്ടുണ്ട്, നമുക്ക് കുറച്ചൊന്ന് വറ്റിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരവ് ചേർക്കാം. ഇനി എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, അതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. താങ്ക് യു.